ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന വാർത്തകളിൽ ഇടം പിടിച്ച പേരാണ് സജി മഞ്ഞക്കടമ്പിൽ. ഞങ്ങളിങ്ങനെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലൂടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ റിപ്പോർട്ട് ചെയ്തു പോകുമ്പോഴാണ് പാലായിൽ വെച്ച് സജി മഞ്ഞക്കടമ്പനെ കാണുന്നത്. സജി, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയും സജിയെ ഞങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരൊക്കെ UDFൻ്റെ ജില്ലാ ചെയർമാൻ, കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലായിരുന്നു പക്ഷേ വിശേഷിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ സംസാരിച്ചിരുന്നു, പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ആ പദവികളെല്ലാം മുൻ പദവികളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണോ അതോ കുറേ കാലമായി മനസ്സിലേക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ഫലമായി സംഭവിച്ചതാണോ? അല്ല, ഇത് ഞാൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ കാലം മുതൽ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ മോൻസ് ജോസഫിന് അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയപ്പോൾ അത് എനിക്ക് തോന്നുന്നു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റിയില്ല. പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന അജിത് മുദ്രമല എന്നോടൊപ്പം UDFിലേക്ക് വന്നയാളാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നാണ് നമ്മൾ കണക്കൂട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെ ജില്ലാ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ധാരണയിലാക്കിയ സമയത്താണ് പാർട്ടി വളരുന്നത്. അല്ല, അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ജോസഫ് സാറിനോട് ഒരു സാറേ, ഞാൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റാണ്, ഞാൻ മാറുമ്പോൾ അജിത് മുദ്രമലയെ നമുക്ക് യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ പറ്റുന്നില്ല, അതെങ്കിലും കൊടുക്കണം, നമ്മൾ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കൊടുക്കണം, അദ്ദേഹം ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്, ചെറുപ്പക്കാരന് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് സാർ അത് സമ്മതിച്ചു, അംഗീകരിച്ചു. പക്ഷേ ഇത് മോൻസ് ജോസഫ് അറിയുന്നില്ല. സത്യത്തിൽ ഞാൻ ജോസഫ് സാർ തമ്മിൽ പറയുന്നു. പക്ഷേ മോൻസ് ജോസഫ് എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കാൻ പ്രപ്പോസ് ചെയ്തത് 100% ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സതത സഹചര്യമാണ് ഏറ്റുമാനൂരിലുള്ള ജെയ്സൺ ജോസഫ്. അദ്ദേഹത്തെ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയാണ് മോൻസ് എന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ്റെ പേര് പ്രപ്പോസ് ചെയ്തു, ജോസഫ് സാറിനോട് പറയുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ അറിയുന്നില്ല ഈ ജെയ്സനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്നുള്ള പുള്ളിയുടെ മനസ്സിലെ ആഗ്രഹം എന്നോട് അദ്ദേഹം പങ്കുവച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിനുശേഷം അതായത് എന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് സാർ യൂത്ത് ഫണ്ട് പ്രസിഡന്റിൻ്റെ ഡേറ്റ് ഇടുന്നതിന് വേണ്ടി എന്നെയും പ്രിയപ്പെട്ട ജോയി ബ്രാവ സാറിനെയും മോൻസ് ജോസഫ് MLAയും കൂടി വിൻസർ കാസ്റ്റൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ചർച്ച ചെയ്തു. സാറ് പറഞ്ഞു നമുക്ക് ഉടനെ യൂത്ത് ഫണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണം. ഞാൻ പറഞ്ഞു സാറിന് ഇഷ്ടമുള്ള ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ സാറേ കോട്ടയത്തായാലോ, എന്നിട്ട് കോട്ടയത്ത് വേണ്ട തിരുവനന്തപുരത്തായാലെന്നുള്ളൂ, എന്നാൽ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ പ്രിയപ്പെട്ട MLA പറഞ്ഞു, സാറേ ആരാ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി സീനിയറായിട്ടുള്ള M. മോനിച്ചൻ, എൻ്റെ കൂടെ ചാർജ് സെക്രട്ടറി ആയിരുന്ന M. മോനിച്ചൻ, ജെയ്സൺ ജോസഫ് ഇവരൊക്കെ ഉള്ളപ്പോൾ ഈ അജിത്തിനെ ആക്കാൻ പറ്റില്ല, അജിത്ത് വെറും നിയോളം പ്രസിഡന്റാണ്, ആക്കാൻ പറ്റിയെന്ന് അദ്ദേഹം ശക്തമായി അവിടെ വാദിച്ചു. പക്ഷേ ജോസഫ് സാറ് അദ്ദേഹത്തെ ആക്കാമെന്ന് നേരത്തെ വാക്ക് കൊടുത്തു. പ്രത്യേകിച്ചൊരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി ജോസഫ് സാർ എടുത്ത വായിലെ പറഞ്ഞു, മോൻസേ അത് 100% മാർക്കുള്ളവർ നിൽക്കുമ്പോൾ 60% പറ്റില്ല എന്ന് അദ്ദേഹം വളരെ കർക്കശമായി പറഞ്ഞു. സത്യത്തിൽ MLA തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ജോസഫ് സാറിനെ കൊണ്ട് പറയിപ്പിച്ചു തന്നെ, എനിക്കൊരു ബന്ധമില്ല, ഞാൻ പോലും അങ്ങനെ സാറ് പറയുന്നത് പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജോയി എബ്രാഹാം ഫോൺ വിളിച്ചങ്ങ് മാറിയ സമയത്ത് ജോസഫ് സാറെ ടോയ്ലറ്റിലേക്ക് എടുത്തിട്ട് പോയി. അപ്പോൾ അയാൾ എന്നോട് പൊട്ടിത്തുടങ്ങി, നീ ഒറ്റ ഇടത്തിനാണ് ഇതിന് മുഴുവൻ കാരണക്കാരൻ. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, അജിത് മുദ്രമലയെ നമ്മുടെ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ യൂത്ത് ഉണ്ടെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ജോസഫ് സാർ സമ്മതിച്ചു. പിന്നെ അങ്ങയുടെ മനസ്സിൽ ജെയ്സൺ ജോസഫോ മോനിച്ചനോ സംസ്ഥാന പ്രസിഡന്റ് ആകണമെന്നുള്ള ആഗ്രഹം എന്നോട് അങ്ങ് പങ്കുവച്ചിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല, അതാണ് സംഭവിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് ഞാനൊരു പാപവും ചെയ്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാഭാവികമല്ലേ? അതെ, ആ സ്വാഭാവികമാണ്. അന്ന് മുതൽ ആ വൈരാഗ്യം അദ്ദേഹത്തിനുണ്ട്. തുടർന്ന് PJ ജോസഫ് സാറ് എന്നോട് എപ്പോഴും നീതി പുലർത്തിയിട്ടുണ്ട്. ഞാൻ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പിളർന്നതിന് ശേഷം പാലായിൽ നിന്നുകൊണ്ട് നമുക്കറിയാം, പാലാ ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്ന കാലഘട്ടത്തിൽ ബഹുമാനെ PJ ജോസഫ് സാറിനെ കൂകി തെറി വിളിച്ചു. അന്ന് മോൻസ് ജോസഫ് ഉൾപ്പെടെ വേദിയിലുണ്ട്. എന്നെയും PJ ജോസഫ് സാറിനെ മാത്രമല്ല നമ്മുടെ ആളുകൾക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു, അവർ കൂകി വിളിച്ചു. ആ PJ ജോസഫ് സാറിനെ അപമാനിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇവിടെ ഇഷ്യൂ അത് ഏറ്റെടുത്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. ജോസഫ് സാർ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. പല കാര്യങ്ങളും ജോസഫ് സാറ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ജോസഫ് സാർ നല്ല ബന്ധമാണ്. അപ്പോൾ ഇത് ഒക്കെ മോൻസ് ജോസഫിന് എന്തോ അത്ര താല്പര്യമില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഫലത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഏതാണ്ട് PJ ജോസഫിനെ മോൻസ് ജോസഫ് ആ പാർട്ടിക്കകത്ത് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്കറിയില്ല. മോൻസ് ജോസഫ് എന്നോട് പലവട്ടം കയർത്തിട്ടുണ്ട്, ഒരാവശ്യമില്ല, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കയർത്തിട്ടുണ്ട്, ഷൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ജോസഫ് സാറിൻ്റെ അടുത്ത് സമയാസമയങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി പദവികൾ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം പുള്ളി എടുത്തുകൊണ്ട് പോയി. അന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ പരിശോധിച്ചോ ശരിയാണോ എന്ന് ചോദിക്കുക. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സമിതിയിലേക്ക് എൻ്റെ പേര് ഞാൻ എഴുതി കൊടുത്തു. മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ഇടുക്കിയിൽ നിന്നും
എല്ലായിടത്തും ആളുകൾ വിളിക്കും, നമുക്ക് ആശുപത്രിയുമായി ഡോക്ടറുമായി ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം അതിൽ ഞാൻ എൻ്റെ പേര് കൊടുത്തു. പക്ഷേ അത് അദ്ദേഹത്തോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫ് സാറിൻ്റെ അടുത്ത് വീണ്ടും ഭീഷണിപ്പെടുത്തി എൻ്റെ പേര് മാറ്റി പുതിയ പേര് കൊടുത്ത് ഓർഡർ മാറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി നോക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഇപ്പോൾ UDF ജില്ലാ ചെയർമാൻ എടുത്തു. അത് പിന്നെ ഏറ്റുമാനൂർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ കണ്ടു, എനിക്ക് മോൻസ് ജോസഫ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ സീറ്റ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. ഞാനും അത് പ്രതീക്ഷിച്ചു. പക്ഷേ ആ സമയത്ത് മറുപക്ഷത്ത് നിന്ന പ്രിൻസ് ലൂക്കോസിനെ അദ്ദേഹം ബോധപൂർവ്വം, അദ്ദേഹമാണ് എൻ്റെ പുറകിൽ, എനിക്കറിയാം അദ്ദേഹം അല്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. മാണി ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് കിട്ടും. അപ്പോൾ മാണി ഗ്രൂപ്പിൽ നിന്ന് പ്രിൻസ് ലൂക്കോസിനെ പിടിച്ചു കൊണ്ടുവന്ന് എന്നെ അങ്ങ് വെട്ടി. ഇതാണ് അന്ന് സംഭവിച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പുള്ളി ആദ്യം തന്നെ പറഞ്ഞു DCC ഓഫീസ് ചർച്ച നമുക്ക് നോമിനേഷൻ ഇല്ല, ഇലക്ഷൻ കമ്മിറ്റി എടുക്കണമല്ലോ. DCC യോഗം ചേർന്നു. DCC യോഗം ചേർന്നിട്ട് നാട്ടകം സുരേഷ്, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാറ്, മോൻസ് ജോസഫ്, ജോയി ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, KC ജോസഫ് സാറ് ഉൾപ്പെടെ ആളുണ്ട്. അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞ് നമുക്ക് കമ്മിറ്റി എടുക്കണം. അപ്പം നാട്ടകം സുരേഷ് പറഞ്ഞു അതിപ്പോൾ ചർച്ച ചെയ്യാനായിരിക്കുന്നത്. കാലാകാലങ്ങളിൽ മത്സരിക്കുന്ന കക്ഷിയുടെ ജില്ലാ പ്രസിഡന്റ് കൺവീനറും കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ചെയർമാനും അതങ്ങനെ പോയാൽ മതിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത വായിലെ ഇദ്ദേഹം പറഞ്ഞ ഡയലോഗ് അതങ്ങനെ കണ്ട് IJ സാറും നമ്മുടെ കുര്യൻ ജോയി സാറും ഒക്കെ ആയിരുന്നല്ലോ എന്ന് നാട്ടകം പറഞ്ഞപ്പോൾ അവരൊന്നും വള്ളി നിൽക്കിട്ട് കിടക്കുന്ന പിള്ളേരല്ല എന്ന് പറയും. അപ്പോൾ സജിയെ ആക്ഷേപിക്കുന്ന പബ്ലിക്കായി വീണ്ടും ആക്ഷേപിക്കുന്ന അപ്പോൾ നാട്ടകം ചോദിച്ചു, മോൻസേ നാട്ടകത്തോട് ചോദിച്ചു, മോൻസേ ഞാൻ വള്ളി നിൽക്കലല്ല ഇടുന്നത്, നിങ്ങൾ വള്ളി നിൽക്കണോ ഇടുന്നത് എനിക്കറിയത്തില്ല, ഞാൻ നിങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഈ കോട്ടയത്തിൽ ഒന്നിച്ച് കിടന്നാൽ ഭാഗ്യം കൊണ്ട് നിങ്ങൾ MLA ഞാൻ MLA ആയില്ലെന്നേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ വർത്തമാനം പറയണ്ട എന്ന് നാട്ടകം സുരേഷ് ഈ മോൻസോട് അവിടെ നിന്ന് പറയുന്നത്. ഞാൻ ജോയി പ്രാണത്തിന് സാക്ഷിയാണ്, ഞാൻ നേരെ പതുക്കെ മാറി പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കയറി നാട്ടകം അതേ നാട്ടകമായിട്ടുള്ള പ്രശ്നമല്ലത്, അത് ഞങ്ങളുടെ പാർട്ടിയിലെ ചില പ്രശ്നമാണെന്ന് പറഞ്ഞ് നാട്ടകത്തിനെ അവിടെ സോൾവ് ചെയ്തു എന്നുള്ളതാണ് സംഭവം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടകത്തിനെ കൺവീനർ ചെയർമാൻ സ്ഥാനമാക്കിയാൽ ഞാൻ കൺവീനർ ആകേണ്ടി വരും. അപ്പോൾ അതിനെന്നാ വേണ്ടി തിരുവഞ്ചൂർ സാറിന് ഇങ്ങനെയുള്ള താല്പര്യമുള്ള ആളല്ല, അദ്ദേഹത്തെ നിർബന്ധിച്ച് ചെയർമാനാക്കുന്നു. ഇവിടെ നാട്ടകം പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വർക്കിംഗ് ചെയർമാൻ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ ജനറൽ കൺവീനറായി മോൻസ് അങ്ങ് എടുത്തു. എന്നെയും ഫിൽസൺ മാത്യൂസിനെയും കൺവീനർ, ഒരു പദവിയോ അല്ലെങ്കിൽ ഒരു ചുമതലയോ പോലും ഇല്ലാത്തൊരു കൺവീനറാക്കി, കുഴപ്പമില്ല, അതങ്ങനെ നടക്കട്ടെ, ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അതിനുശേഷം നിങ്ങളൊക്കെ ഓർക്കണം, ബഹുമാനപ്പെട്ട ജോയി ഇബ്രാഹിം ദിവസം പറഞ്ഞു തന്നെ പറഞ്ഞു, ഞാനും പ്രതീക്ഷിച്ചു എനിക്ക് സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അകത്ത് കയറിയില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും. അപ്പോൾ ഞാൻ രാവിലെ നോമിനേഷൻ കൊടുക്കുന്നത് രാവിലെ 10:30 ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടെ ഇരുന്ന് വിവിധ ജില്ലകളിലെ ആൾക്കാർ ഇരിക്കുന്നതിനിടയ്ക്ക് ചർച്ചയാണ്. അപ്പോൾ നമുക്ക് 5 പേർക്കേ കയറത്തുള്ളൂ. അപ്പോൾ ഒന്നാമത് രാധാകൃഷ്ണൻ ചേട്ടൻ വേണം, മോൻസ് പറഞ്ഞു. അപ്പോൾ തിരുവഞ്ചൂർ സാർ പറഞ്ഞു ഞാൻ കയറുമെന്ന് എനിക്ക് നിർബന്ധമില്ല, അത് DCC കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് കയറിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല. അയ്യോ രാധാകൃഷ്ണൻ ചേട്ടൻ ഇല്ലാതെ നടക്കില്ല. അപ്പോൾ തന്നെ സ്ഥാനാർത്ഥി കൂടെ പറഞ്ഞു, അയ്യോ അത് നിർബന്ധമാണ്, രാധാകൃഷ്ണൻ ചേട്ടൻ വേണം, ഞങ്ങൾക്ക് ആർക്ക് തർക്കമില്ല, സീനിയർ നേതാവ്. രണ്ടാമത് സ്ഥാനാർത്ഥി പറഞ്ഞു മോൻസ് ജോസഫ് വേണം, ഒരു തർക്കവുമില്ല. മൂന്നാമത് മോൻസ് ജോസഫ് അവിടെ ഇരുന്ന് പറഞ്ഞു നാട്ടകം സുരേഷ് വേണം, എനിക്കൊരു തർക്കവുമില്ല പ്രസിഡന്റ്. നാലാമത് ഞാൻ വിചാരിച്ച് എൻ്റെ പേര് പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ തലേദിവസം തന്നെ നമ്മുടെ അസീസ് ബളായിൻ്റെ ആത്മസുഹൃത്ത അദ്ദേഹം കയറിയിൽ എനിക്ക് മടക്കമില്ല, പക്ഷേ അദ്ദേഹത്തെ വിളിച്ചു ഇരുത്തിയേക്ക കയറാൻ വേണ്ടി പ്രാതിനിധ്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഒന്ന് പറഞ്ഞു സജി അത് ഒരു സാമുദായ പ്രാതിനിധ്യമൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തോട് വെക്കണമെന്ന്. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. എനിക്ക് പറയാൻ പറ്റുമോ അസീസ് ബളായി വെക്കാൻ പറ്റില്ല, ഞാൻ കയറണം, ഇല്ലെങ്കിൽ സമ്മതിക്കാതെ എനിക്ക് പറയാൻ പറ്റാത്ത. ഇതെല്ലാം നോക്കിയാൽ ഓരോ സമയത്തും വേണ്ട സമയങ്ങളിൽ സജി മഞ്ഞക്കടമ്പനെ വെട്ടി പോവുക എന്നൊരു ലൈൻ മോൻസ് സ്വീകരിച്ചു എന്നാണോ? തീർച്ചയായിട്ടും ആ ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ സ്ഥാനാർത്ഥി രംഗപ്പുറം വന്ന ആദ്യ ദിവസങ്ങളിൽ മുഴുവൻ സമയം ഞാൻ സ്ഥാനാർത്ഥിക്ക് പോകണ്ടായിരുന്നു. സ്ഥാപനങ്ങളിൽ പോകാൻ, അതുപോലെ പത്രാഫീസുകളിൽ പോകാൻ. ഇപ്പോൾ 2 ദിവസം പോയി കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിക്ക് എങ്ങനെയോ ഡയറക്ഷൻ കിട്ടി, വേണ്ട മഞ്ഞക്കടമ്പിനെ ഒരുപാട് അടുപ്പിക്കണ്ട എന്ന് ഡയറക്ഷൻ കിട്ടിയപ്പോൾ സ്ഥാനാർത്ഥി അങ്ങനെ നമ്മളെ വിളിക്കാതായി. അദ്ദേഹം തന്നെ അവിടെ ഓഫീസറൊരാളുണ്ട് AK ജോസഫ്, അയാളെയും കൂട്ടിക്കൊണ്ട് പത്രാഫീസിൽ പോകുന്നു, മടങ്ങിൽ പോകുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഫ്രാൻസിസ് ജോർജിന് ഒരു മെസ്സേജ് ആരോ കൊടുത്തു, ആരോന്ന് എനിക്കറിയില്ല, കൊടുത്തു ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ അതിനുശേഷം ഞാൻ പിന്നെ കോട്ടയത്തേക്ക് പോകാതായി. എന്നെ അദ്ദേഹം വിളിക്കാറുമില്ല. പാലായി വന്നാൽ പോലും പലപ്പോഴും എന്നെ വിളിക്കാതെ വെച്ച് പോകുമായിരുന്നു. സ്വാഭാവികമായി നോക്കിയറിയാം ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ അല്പം ദുർബലമായി നിൽക്കുന്ന ഒരു കാലമാണ്. ഇങ്ങനെ നിങ്ങളെപ്പോലൊരാൾ, സജിയെ പോലെ കോട്ടയത്തെ ഏറ്റവും അധികം മാധ്യമങ്ങൾക്കറിയാവുന്ന ജനങ്ങൾക്കറിയാവുന്ന ഒരു ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ആൾ ഗൗരവമായ പ്രശ്നം അവതരിപ്പിച്ചാൽ ഇത് പരിഹരിക്കാനുള്ള ഒരു കൂടിയാലോചനയും ഒരു ഘട്ടത്തിലും ഈ കാലയളവിൽ നടന്നിട്ടില്ലെന്നാണ്. അല്ല, ഞാൻ ജനറൽ കമ്മിറ്റി സ്ഥാനത്തിൻ്റെ കാര്യം ഞാൻ ജോസഫ് സാർ എടുത്ത് പറഞ്ഞു, സാറേ
അത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഞാനാണ് ആകേണ്ടത്. സാറൊന്ന് സാറെ ശ്രദ്ധ ഞാൻ പെടുത്തിയെന്നുള്ളൂ, എന്താണ് സാറ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് സാറിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ തന്ത്രപൂർവ്വം നമ്മുടെ ഈ പോത്തിനെ ചാരി ആടിനെ വിട്ടു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഇവിടെ രാധാകൃഷ്ണൻ ചേട്ടനെ നിർബന്ധിച്ചുകൊണ്ട് കയറ്റി വെച്ചപ്പോൾ ഇപ്പോൾ ഇപ്രായം മോൻസ് ജോസഫിനാകാം. ഇദ്ദേഹം എന്തായിട്ടുണ്ട്, തിരുവഞ്ചൂർ സാറും മോൻസ് ജോസഫും മുമ്പിൽ നിന്ന് നയിക്കും, ഞാനും നാട്ടകവും പിന്നിൽ നിന്ന് നയിക്കേണ്ടവരാ. അങ്ങനെയാണ് അതിന്റെ നിയമം. അല്ല, അതിന്റെ അങ്ങനെ പോകേണ്ടിരുന്നത്. അതെ, അവർ MLA-മാർ ആരെങ്കിലും കൺവീനറോ ചെയർമാനോ ആണെന്നൊന്നും ഒരു കാര്യമുള്ളതല്ല. അത് തീർച്ചയായിട്ടും MLA-മാർ അതിന്റെ രക്ഷാധികാരികളായിട്ടുണ്ട്. അവർ മുമ്പിൽ നിൽക്കുകയും ഈ നാട്ടകം സുരേഷ്, ഞാൻ ഫിലിസിൻ ഉൾപ്പെടെയുള്ള ആളുകളെ, ഞങ്ങളല്ലേ ഫീൽഡിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ. എനിക്ക് ഇത്രയും പറയാൻ തോന്നുന്നത്, ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ എല്ലാ തീരുമാനങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും എല്ലാം ഇപ്പോൾ പോകുന്നത് ഒറ്റ പേരിൽ നിന്നാണോ, ഒറ്റയാളിൽ നിന്നാണെന്ന് വിചാരിക്കുന്നു. മോൻസ് ജോസഫിൽ നിന്ന് മാത്രമായി അത് കേന്ദ്രീകരിക്കപ്പെടുകയാണ് എന്നാണോ? എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. മോൻസ് ജോസഫിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് മോൻസിൻ്റെ ഒരു ധാരണ. അതുമായി ബന്ധപ്പെട്ട് ജോസഫ് സാറിനെ അത് പുള്ളി ഏതെങ്കിലും തരത്തിൽ അതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു കമ്മിറ്റി കൂടുകയാണെങ്കിൽ MLA-യുടെ മോൻസ് ജോസഫിൻ്റെ സമയം നോക്കിയായിരിക്കും 11 മണിയെന്ന് വെച്ചാൽ പുള്ളി വരുമ്പോൾ 12:30 വരുള്ളൂ. ഞങ്ങളൊക്കെ അവിടെ നോക്കിയിരിക്കണം, അവിടെ വരുന്ന ആളുകളുടെ അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് തുടങ്ങുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സമയം അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മിറ്റി, ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അദ്ദേഹം ജനറൽ കൺവീനറായി. അതിനുശേഷം 2 യോഗങ്ങളിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. അവിടെ വന്നിരിക്കുമ്പോഴാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയുന്നത്, കൺവെൻഷൻ്റെ ഡേറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഞങ്ങളോട് ആരും ഡിസ്കസ് ചെയ്യാറില്ല. പുള്ളി തന്നെ ആലോചിച്ച് തീരുമാനിച്ച് വരുമായിരുന്നു. അത് 2-3 യോഗങ്ങളിൽ അങ്ങനെ തന്നെയാണ് പോയത്. എനിക്കൊന്ന് അവസാനം കൂടിയ യോഗത്തിൽ, ഞാൻ നമ്മുടെ കോടിമത യോഗത്തിൽ ഞാനവിടെ ഇരുന്നു. അദ്ദേഹം വായിച്ചു. അടുത്ത നേതാവ് വന്നപ്പോൾ ഞാൻ താഴെയിറങ്ങിയിരുന്നു വെച്ചു. കോൺഗ്രസിൻ്റെ മറ്റു കടേശയുടെ നേതാവ് ഞാൻ താഴെയിറങ്ങിയിരുന്നു. നമുക്കവിടെ കാഴ്ചക്കാരനായിരിക്കാൻ മാത്രമുള്ള റോളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് UDF മുന്നോട്ട് പോകുന്നത് നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ്. നിരവധി വെല്ലുവിളികൾ UDF നേരിടുന്നു എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ ആണെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ വെല്ലുവിളി നേരിടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും സജി മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞ ജില്ലാ പ്രസിഡന്റ് ഒരിടത്തും ഇല്ല എന്ന് വരുത്തി തീർക്കുകയും സജി മഞ്ഞക്കടമ്പൻ സ്ഥാനാർത്ഥിക്ക് എതിരാണെന്ന് സംസാരമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവരുടെ ആളുകൾ അത്തരത്തിൽ പറഞ്ഞു, മഞ്ഞക്കടമ്പൻ മാറി നിൽക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ്, കാണുന്നില്ല. എങ്ങനെ കാണാൻ? ഞാൻ ചോദിക്കട്ടെ, നോമിനേഷൻ കൊടുത്തപ്പോൾ എന്നോട് നാട്ടുകാരൊക്കെ ചോദിച്ചു, എന്ത് പടം പോലും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഞാനകത്ത് കയറാതെ തന്നെ പടം വരുമോ? അതിനുശേഷം നോമിനേഷൻ കഴിഞ്ഞ് ഞാൻ പുറത്തു നിന്നു. ഞാനൊരു പ്രവർത്തകനെ പോലെ ഞാൻ പുറത്തു നിന്നു, ഗേറ്റിൻ്റെ പുറത്ത് പോയി ഞാൻ തൂങ്ങി നിന്നു, അവിടെ നിന്നു. ഏതായാലും പിന്നെ നമ്മുടെ റോഡ് ഷോയ്ക്ക് വണ്ടിയെ കയറാൻ പറഞ്ഞാൽ കയറി തിരുനക്കര മൈതാനത്ത് വരാൻ വന്നു. എനിക്ക് അത്യാവശ്യം ഒരു മരണം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ വീഴ്ചയുടെ സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഞാൻ നേരെ പോയായിരുന്നു. അപ്പോൾ അന്നേരം അതിൽ പങ്കെടുത്തതാണ്. പിറ്റേ ദിവസം ആ പത്രത്തിലൊരു എനിക്ക് പേര് കയറാൻ കൊതിയായിട്ടില്ല. എൻ്റെ പേര് പത്രത്തിൽ വരാതെ എനിക്കിനെ കൊതിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. പക്ഷെ ജനം ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. ആളുകൾ ചോദിച്ചു, മഞ്ഞക്കടമ്പൻ എന്ത് ചെയ്യും, പോയില്ലേ, മാറി നിൽക്കുകയാണോ എന്ന് ആളുകൾ ചോദിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഒരുപക്ഷെ ഇപ്പോൾ ഈ തീരുമാനം, ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞൊരു നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നിന്നയാളായി സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ കൂടി, അതിൻ്റെ ഒരു തിരക്കഥ രൂപപ്പെടുന്നുണ്ടായിരുന്നു. എനിക്ക് അത് ഫീൽ ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഇത് അവസാനിപ്പിച്ചത്. ഇനി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി ഞാൻ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മേൽ കുറ്റം ചാർത്തി ചാപ്പ കുത്തിയിരുന്നു. അത് പരിസമാപ്തി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരുന്നു എന്ന് എനിക്ക് തന്നെ ബോധ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിൽ ഈ സമയത്ത് ഇറങ്ങി പോരേണ്ടി വന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് പാർട്ടിയുമായിട്ടോ പാർട്ടി ചെയർമാൻ ജോസഫ് സാറുമായിട്ടോ അല്ലെങ്കിൽ UDF-ൻ്റെ ഒരു ഘടകകക്ഷിയുമായി ഒരു അഭിപ്രായം ഘടകകക്ഷിയോട്, ഞാൻ UDF ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ എല്ലാ ഘടകകക്ഷികളോടും വളരെ മാന്യമായി ഞാൻ പെരുമാറിയിട്ടുണ്ട്. പരമാവധി എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സജി, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സ്ഥാനാർത്ഥിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം, ഫ്രാൻസിസ് ജോർജിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം ഇക്കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം നേതാക്കൾക്കില്ലേ? അല്ലെങ്കിൽ മോൻസ് ജോസഫിനെ പോലൊരു നേതാവിനില്ലേ? ഇതിപ്പോൾ ഫലത്തിൽ ഫ്രാൻസിസ് ജോർജിന് പ്രതീക്ഷിക്കാത്ത പല വൈഷമ്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ എല്ലാവരെയും ചേർത്ത് നിർത്തി പോകാണ്ട കോട്ടയത്ത് നയിക്കേണ്ട ആൾ മോൻസ് ജോസഫ് തന്നെയാണ്. പക്ഷേ എല്ലാവരെയും ചേർത്ത് നിർത്താനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചില്ല. പ്രത്യേകിച്ച് എന്നോട്, ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് അദ്ദേഹത്തിന് നീതി പുലർത്താൻ സാധിച്ചു. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ദിവസങ്ങൾ പലവട്ടം മുന്നോട്ട് പേഴ്സണലായി കണ്ടു. അദ്ദേഹത്തിന് വീട്ടിലൊരു 3 തവണയെങ്കിലും പോയി ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചു. ഞാനൊരു ഉപദ്രവകാരിയല്ല. എനിക്ക് അങ്ങയുടെ എന്നോട് പലരും പറഞ്ഞു, മോൻസോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ സോണിയ ടീച്ചർ, വളരെ മാന്യശ്രീയ, അവർ ചായയും കാപ്പിയും എടുത്തുകൊണ്ട് നിന്ന് അവരും കൂടെ ഈ സംസാരങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിന് ലാസ്റ്റ് പറഞ്ഞു, ഞാനൊരു അകപ്പാടെ വിഷമം ജീവിക്കുന്ന ആളാണ്, എന്നെ ഉപദ്രവിക്കരുത്.
എനിക്ക് അങ്ങനെ മേളിൽ കയറി നിൽക്കാനുള്ളൊരു ആഗ്രഹമില്ല. പണ്ട് മോൻസ് ജോസഫ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സംയുക്ത കേരള കോൺഗ്രസ് അയക്കുമ്പോൾ മഞ്ഞക്കടവ ഞാൻ ജോസ് കെ മാണിയോട് പറഞ്ഞു, ജോസ് കെ മാണി നയിക്ക്, പക്ഷേ എനിക്ക് സൈഡിൽ നിൽക്കാനുള്ള അവസരം വേണം എന്ന് പറഞ്ഞു. ഞാൻ അതേ വാക്ക് കട കൊടുത്തു. ഞാൻ പറഞ്ഞു, മോൻസെ അന്ന് എന്നോട് പറഞ്ഞു അതേ വാക്ക് ഞാൻ കട കൊടുക്കുന്നു. അങ്ങ് നയിക്ക്, ഞാൻ പിൻപിൽ എനിക്ക് സൈഡിൽ നിൽക്കണം കേട്ടോ, നിൽക്കാനുള്ള അവസരം തരണം, ഉപദ്രവിക്കരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞു. അദ്ദേഹം നിഷേധിക്കട്ടെ, ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, എങ്ങനെയും പ്രശ്നം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പലവട്ടം സംസാരിച്ചതാണ്. അതെല്ലാവർക്കും അറിയാം. പിന്നെ ഈ പ്രശ്നങ്ങൾ പല ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ പുള്ളി വിളിച്ച് ഷൗട്ട് ചെയ്യും. ഓക്കെ, എനിക്ക് വിഷയമില്ല. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാനത് കേട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും മറുത്തി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചിലതൊക്കെ ജോസഫ് സാറിനെയും അദ്ദേഹത്തിന്റെ മകനെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. ജില്ലാ പ്രസിഡന്റിനെ പബ്ലിക്കായിട്ടല്ല ഷൗട്ടിങ് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കോട്ടയത്ത് പ്രതിപക്ഷ നേതാവ് വന്ന പരിപാടി ചടങ്ങാണ്. ആ ചടങ്ങിൽ സംസ്ഥാന യുഡിഎഫ് നേതാക്കൾ പടം മേളിൽ ഉണ്ട്. അതിനകത്ത് ജോൺ അടക്കം നമ്മുടെ CPM അടക്കം ചെറിയ കക്ഷികളെല്ലാം ഉണ്ടല്ലോ, അനൂപ് ജേക്കബിന്റെ പാർട്ടി എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ മോൻസ് ജോസഫിൻ്റെ പടമില്ല, സംസ്ഥാന ലീഡേഴ്സിൻ്റെ അകത്തില്ല. അപ്പോൾ കോട്ടയത്ത് പരിപാടി വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജില്ലാ ചെയർമാനായ എൻ്റെയും പിന്നെ കൺവീനറായിരിക്കുന്ന അന്ന് ജോസി സവാസിൻ്റെയും പടം വെച്ചു. അതിൻ്റെ മേളിലായിട്ട് സംസ്ഥാന നേതാക്കന്മാർ ഈ ജോൺ കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരെ പടം വെച്ചത്. നമ്മൾ ചിന്തിച്ചില്ല, അവർ സംസ്ഥാന ലെവലിലുള്ള നേതാക്കൾ. അത് കഴിഞ്ഞ് നമ്മുടെ MLA മാരെ പടം വെച്ചു. രാത്രി ഒരു 10 മണിയായപ്പോൾ എന്നെ വിളിച്ചു. മഞ്ഞക്കടമ്പൻ എന്നാ വിചാരിച്ചിട്ടാ എന്നെ തിരുവഞ്ചൂരിൻ്റെ മൂലയ്ക്ക് ഇരുത്താമെന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു, എന്നാ ഇതൊന്നും പിടികിട്ടില്ല. ജോൺ ആരാ, അല്ലെങ്കിൽ CPO ആരാ, അനൂപ് ജേക്കബ് ആരാ? ഞാൻ പറഞ്ഞു, അവർ ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ. കാരണം ഞാൻ മുൻ മന്ത്രിയാ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ മന്ത്രിയാ, അതുകൊണ്ട് അകപ്പണിയൊന്നും വേണ്ട, നടക്കുകയില്ല. ഭയങ്കര ഷൗട്ടിങ്. ഞാൻ പറഞ്ഞ പൊന്നു സാറേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല. നമ്മളിങ്ങനെ നിങ്ങളുടെ പടം ഇല്ലാത്തതുകൊണ്ട് അതും കൂടെ അങ്ങ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉടനെ പറയാം, അത് ഔദാര്യമാണോ? അവർ ഔദാര്യമല്ല എന്നത് പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത പ്രാവശ്യം മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ അതൊരു അരമണിക്കൂർ ഷൗട്ടിങ്. പിന്നെ രണ്ടാമത് ദിവസം UDF യോഗം കഴിഞ്ഞു. വൈകിട്ട് ഞാനിപ്പോൾ 8:09 വീട്ടിലിരിക്കുമ്പോൾ പുള്ളിയുടെ ഫോൺ വന്നു. എടുത്ത് ചോദിച്ചു, മാഞ്ഞൂർ മോഹൻകുമാർ ആരാന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഞ്ഞൂർ മോഹൻകുമാർ ഉന്നതാധികാര സമിതി അംഗം. മാത്തുക്കുട്ടി പ്ലാത്താനം ആരാന്ന് ചോദിച്ചു. മാത്തുക്കുട്ടി പ്ലാത്താനം ഉന്നതാധികാര സമിതി അംഗവും ചങ്ങനാശ്ശേരി നിയോജക പ്രസിഡന്റും, ഇങ്ങനെ കടുത്തുരുത്തി നിയോജക പ്രസിഡന്റ് സമിതി. എന്നാലേ മാത്തുക്കുട്ടി പ്ലാത്താനത്തിൻ്റെ കീഴല്ല മാഞ്ഞൂരിൻ്റെ പേര് വേണ്ട. മാഞ്ഞൂർ മോഹൻകുമാർ മഞ്ഞക്കടമ്പൻ ജില്ലാ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഈ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആകും. ഞാൻ എനിക്കറിയത്തില്ല. സംയുക്ത നിങ്ങൾ ലയിച്ച് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് ലയിച്ചപ്പോഴാണെങ്കിൽ മാഞ്ഞൂർ മോഹൻകുമാർ അന്ന് ജില്ലാ പ്രസിഡന്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ടുപേരും ഉന്നതാധികാര സമിതി അംഗങ്ങൾ പേര് ഞാൻ വെച്ചില്ലേ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഉന്നതാധികാര സമിതി നിയോജക പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പോൾസൺ ജോസഫിൻ്റെ പേര് വന്നിട്ടില്ല, വിട്ടുപോയതാ. ഞാൻ പറഞ്ഞു, അങ്ങനെ വിളിച്ചെന്നെ ചീത്ത വിളിച്ചില്ല, പേരില്ലാഞ്ഞിട്ട്. നിങ്ങളുടെ നിയോജക പ്രസിഡന്റ് പേരുണ്ട് കേട്ടോ. അത് മാത്തുക്കുട്ടി ഇപ്പോഴും വേണേൽ പുള്ളി വിഷയങ്ങളെ പത്രത്തിൻ്റെ ഇരിപ്പുണ്ട്. ആ മാത്തുക്കുട്ടി പ്ലാത്താനത്തിൻ്റെ പേരിൻ്റെ താഴെ ഇദ്ദേഹത്തിൻ്റെ നിയോജക പ്രസിഡന്റ് പേര് എന്ന് പറഞ്ഞു ഒറ്റ ഷോട്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പിണക്കാനായിട്ടോ അദ്ദേഹത്തിനെ പാരവെക്കാനായിട്ടോ അദ്ദേഹത്തെ ചെറുതാക്കാനായിട്ടോ ഞാൻ ഒരു മനസ്സറിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നല്ല ഈശ്വരവിശ്വാസിയാണ്. എനിക്ക് മോൻസ് ജോസഫിനെ ചീത്തയാക്കി അല്ലെങ്കിൽ ചെറുതാക്കി മോൻസ് ജോസഫിനെ മേളിൽ കൂടെ കയറി നേതാവാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ മനസ്സ് അറിയാൻ പറ്റിയില്ല. അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ലഭിക്കുക. ഇപ്പോൾ പ്രിൻസ് ലൂക്കോസിനെ കഴിഞ്ഞ 2021 കൊണ്ടുവന്ന് മത്സരിപ്പിച്ച കാര്യം പറഞ്ഞു. 26 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സജി മഞ്ഞക്കടമ്പന് ഇന്നത്തെ നിലയ്ക്കനുസരിച്ച് ഒരു സീറ്റ് തരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുകയും അതിനോട് മോൻസിന് താല്പര്യമില്ലായ്മ പ്രകടമാവുകയും ചെയ്യുന്നതാണോ ഈ നടപടികളൊക്കെ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ആശുപത്രി വികസന സമിതിയിൽ ആക്കാൻ പറ്റാത്ത അസംബ്ലി സീറ്റ് വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും. രണ്ട്, ഞാൻ പറഞ്ഞേ, അങ്ങനെ എന്നെ ഒരു മത്സരിപ്പിക്കണമെന്നുള്ള അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി മുമ്പ് നിർത്തില്ലേ? അത് നമ്മളെ സൈഡ് ലൈൻ ചെയ്ത് നിർത്തുക, നമ്മളെ കളത്തിലില്ല എന്ന് വരുത്തുന്നതിനുള്ള ശ്രമം. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, 40-40 വർഷമായിട്ട് ഈ പണി നടത്തുന്ന ആളാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായി എങ്ങനെയാണ് പോകുന്നത് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ നമുക്കും ബോധ്യമുണ്ട്. അപ്പം അങ്ങനെ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്യേണ്ടത്. ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ തീരുമാനം. പക്ഷേ മോൻസ് ജോസഫ് പറയുന്നത് എന്താണ്, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുത്ത് പാർട്ടിയെയും മുന്നണിയെയും അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത്ര വലിയ രാഷ്ട്രീയ തീരുമാനമാണ് ഈ പറഞ്ഞ സജി കാര്യങ്ങളിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് താങ്കളാണ് വഞ്ചകൻ, താങ്കളാണ് യൂദാസ് എന്നുള്ളതാണല്ലേ അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം പറഞ്ഞോട്ടെ, ജനങ്ങൾ വിശ്വസിക്കില്ല. ഞാനാണ് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ശക്തമായി നയിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി കൂടിയാണ്. എന്നെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആക്കി. ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നില്ല ഇത്. ഞാൻ പരമാവധി മാണി വിഭാഗത്തിൽ നിന്ന് ആളുകളെ കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ജില്ലാ പ്രസിഡന്റ് പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ ഡീസൽ ഒഴിച്ച് വണ്ടിയായിട്ട് പോകാം. ഈ ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരും മരണവീടുകളിൽ വിളിച്ചാൽ പോകാതിരിക്കുക. പാർട്ടി ജില്ലാ പ്രസിഡന്റാണ്, UDF ജില്ലാ ചെയർമാൻ, പോകാതിരിക്കാൻ പറ്റത്തില്ല. കല്യാണ വീടുകളിൽ പോകണം. ഇതിനൊന്നും ഞാൻ നമുക്കാരുടെയും പൈസ വാങ്ങിക്കാൻ പറ്റുമോ? എൻ്റെ ഡീസലിന് അടിക്കാൻ വേണ്ടി പാർട്ടിയുടെ ഒന്നുമില്ല.
എന്നോട് ഒരു അച്ഛൻ ചാച്ച മഞ്ഞക്കടമ്പ ഈ UDF ജില്ലാ ചെയർമാൻ എത്രയുണ്ട് മാസം കിട്ടുന്നതെന്ന് ചോദിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ ചെയർമാൻ നമുക്കൊക്കെ നല്ല ചില പേര് ഞാൻ പറയുന്നില്ല, അതൊരു ധാരണയാണ്. അപ്പം ഞാൻ പറഞ്ഞ പൊന്നച്ചു, ഇത് എൻ്റെ കൈ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ UDF ജില്ലാ ചെയർമാനാണെന്ന് നടക്കാം, ഞാൻ നടക്കുന്നത് അങ്ങനെയാണ്. ഇതിനകത്തൊരു സംവിധാനം ഇല്ല, ഇത് കേഡർ പാർട്ടി അല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പലപ്പോഴും പറയുകയുണ്ടായി, പാർട്ടി ജില്ലാ പ്രസിഡന്റിന് ഓടണമെങ്കിൽ ഓടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനെ ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും കേട്ടതല്ലാതെ അതിനെക്കുറിച്ച് ചർച്ചയില്ല, വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാവുന്നതായിരുന്നു. അപ്പം അതായത് ഞാൻ മനസ്സിലാക്കിയത് ജില്ലാ പ്രസിഡന്റ് തന്നെ ഓടി മടുത്ത് അവശനായി നിർത്തി പോട്ടെ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ഞാൻ ഈ അടുത്ത ഒരു 6 മാസം മുമ്പ് രണ്ടാമത് തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് മാറണമെന്ന് അദ്ദേഹത്തിന് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പാർട്ടിയുടെ വൈസ് ചെയർമാൻ വരെ ആക്കിയേക്കാം, എന്നാലും ജില്ലാ പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ള നിർദ്ദേശം കോട്ടയം. അപ്പം ബഹുമാനപ്പെട്ട ജോസഫ് സാർ പറഞ്ഞു പറ്റില്ല, മറ്റ് ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റ് മാറാതെ കോട്ടയം മാറാൻ പറ്റില്ല എന്നുള്ള ജോസഫ് സാറിൻ്റെ ആ തീരുമാനപ്രകാരമാണ് വീണ്ടും ഞാൻ ജില്ലാ പ്രസിഡന്റായി തുടർന്ന്, അല്ലെങ്കിൽ ഞാൻ മാറിയേനെ. അപ്പം ഞാനത് പറഞ്ഞു, എനിക്കൊരു തവണ തുടർന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അപ്പുറം നിന്ന് വന്നു ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുന്നു, എന്നെ നിങ്ങളൊരു സുപ്രഭാതത്തിൽ മാറ്റിയാൽ മറുപക്ഷം എന്നെ വലിച്ചു കീറും, സ്വാഭാവികമാണ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് കാല് പിടിച്ച് ഞാൻ ജില്ലാ പ്രസിഡന്റായ. അത് ഇപ്പോൾ സജി ഒറ്റയ്ക്കാണോ എങ്ങനെ ഈ തീരുമാനമെടുത്ത്? ഈ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ, ഒരാളോട് ഞാൻ ഈ തീരുമാനം എടുക്കുന്നുണ്ട്, ഞാൻ മാറുന്നു പറഞ്ഞാൽ എല്ലാവരും എന്നെ കയറി വിലങ്ങുമെന്ന് എനിക്കറിയാം. അതിനുശേഷം ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ എന്താണെന്ന് ചോദിച്ചു, കാരണം ഇതാണെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ആരെയും ബലമായിട്ട് രാജിവെപ്പിക്കാനും ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, ശരിയുണ്ടെന്ന് തോന്നുന്ന ആളുകൾ എന്നോടൊപ്പം വന്നാൽ ഞാൻ അവരെ കൂട്ടും. ഇപ്പം ഇതേ തുടർന്നുണ്ടായിട്ടുള്ള ചലനം എങ്ങനെയാണ്? പല കൂട്ടരാജി എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അല്ല, കുറച്ച് പേരൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ രാജിവെക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, അസ്വസ്ഥരായ കുറേ ആളുകൾ, ഞാനത് പറയുന്നില്ല, അസ്വസ്ഥരായ ആളുകളൊക്കെ ചിലപ്പോൾ രാജിവെച്ചെന്നിരിക്കാം. ഞാനിതൊന്ന് മുൻകൂട്ടി ഒരാളുടെ വീട്ടിൽ ചെന്ന് രാജിവെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്ത് ഞാൻ ബഹളത്തിന് പോയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, കോട്ടയം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു അനാവശ്യമായ തീരുമാനമല്ല എടുത്തത് കൊണ്ട്, നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തതാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് എന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. സജി മഞ്ഞക്കടമ്പൻ എന്ന വ്യക്തിക്ക് സ്വാധീനമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് സ്വാധീനമുണ്ടോ എന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി അങ്ങനെ ഒരു അവസരം അല്ല, ഞാൻ പറഞ്ഞ എത്രേ ഉള്ളൂ. ഇവിടെ UDF വിട്ട് ജോസ് കെ മാണിയും കൂട്ടരും LDF പോയപ്പോൾ ഞാൻ UDF വന്നു. അന്ന് പാലായിലും കോട്ടയത്തും സ്വാധീനം ഉണ്ടോ എന്ന് ഞാൻ തെളിയിച്ചിട്ടുള്ള ആളാണ്. അന്ന് ജോസ് കെ മാണി അന്ന് കേരള കോൺഗ്രസ് വിളന്നപ്പോൾ മാണി വിഭാഗത്തിൽ നിന്നുള്ള കുറേ ആളുകളൊക്കെ വന്നത്, എന്നോട് അറ്റാച്ച്മെൻറ്റുള്ള കുറേ ആളുകളാണ് വന്നത്. ഞാൻ അവിടെ നിന്നും കണ്ടവാൻ ആളെ പിടിക്കാൻ ശ്രമിച്ചില്ല. പിന്നെ എനിക്ക് നാട്ടിലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ 5 വർഷം കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയി പ്രവർത്തിക്കുകയും യൂത്ത് ഫണ്ടിൻ്റെ വാർഡ് പ്രസിഡന്റ് മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെ ആയി പ്രവർത്തിച്ച ആളാണ് ഞാൻ. എനിക്ക് നാട്ടിലെ ആളുകളോട്ടൊക്കെ ബന്ധമാണ്. ഞാൻ ആരെയും മുഷിപ്പിക്കാൻ പോയിട്ടില്ല, ഞാൻ ആരെയും ചീത്ത വിളിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വികസന രംഗത്ത്. ഇപ്പോൾ സജി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒട്ടേറെ സമാന മനസ്കരുണ്ട്, ഇതിൽ വലിയ പ്രതിഷേധമുള്ള ആളുകൾ പാർട്ടിക്കകത്തുണ്ട്, കുറേ പേര് രാജിവെച്ചിട്ടുണ്ട്. ഇവരെ എല്ലാവരുമായും കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുന്നൊരു തീരുമാനം ഉണ്ടാകും, ഒരു കൂടിയാലോചന നടത്തുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് കൂടിയാലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വെളിയിലിറങ്ങി ഞാൻ തന്നെ എനിക്കൊരു പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ സംവിധാനം അതില്ല. കേരള കോൺഗ്രസിൻ്റെ അകത്ത് അസ്വസ്ഥരായ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ ഈ ഏകാധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ ശബ്ദമുയർത്തുന്ന നിരവധി ആളുകളുണ്ട്, എനിക്കറിയാം. എൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, ഇന്നേ വരെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരായാലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർക്കൊക്കെ കാര്യം അറിയാം. ബഹുമാനത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാം. ഞാൻ പറഞ്ഞു ഇവിടെ കോട്ടയത്ത് UDFൻ്റെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നത്, എനിക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഇവിടുത്തെ MLA-യും സീനിയർ നേതാവുമാണ്. പക്ഷേ അദ്ദേഹത്തെ വിളിച്ച് സ്ഥിരം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ് പുള്ളി നമ്മളെ ചീത്ത വിളിക്കും. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ വളരെ സ്വതന്ത്രനായി നിൽക്കുകയാണ്, ഒരു പാർട്ടിയിലും ഇല്ല. കോട്ടയത്ത് ആർക്കാണ് സാധ്യത? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കാനായി ഞാൻ ഇതുവരെ പ്രവർത്തിച്ചു. നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കാം. അവിടെ വെള്ളമടിച്ച് അവിടെ എഴുതിയതും ഈ പറഞ്ഞ പോസ്റ്റ് ഒട്ടിക്കാനും ഞാൻ തന്നെ നേരിട്ടുള്ളൂ. ഇതിലെല്ലാം പരമാവധി ചാനൽ ചർച്ചകളിൽ എത്രയോ ചാനൽ ചർച്ച, നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയിൽ, മനോരമ ചാനലിൻ്റെ ചർച്ചയിലൊക്കെ ഞാൻ വീറോടുകൂടി ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പോരാടി ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഞാനത് പറയുന്നില്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇനി ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന് എടുക്കാനാണ്, അദ്ദേഹം വിജയിക്കട്ടെ. ഞാനിപ്പം നിലവിൽ തോമസ് ചാഴികാടനാണ് മിടുക്കെങ്കിലും അതേ ജയിക്കട്ടെ, അത്രേ ഉള്ളൂ, അത്രേ ജയിക്കുള്ളൂ. എനിക്കറിയില്ല. ഞാനേതായാലും ഇപ്പം നിലവിൽ ആരോടൊപ്പം ഇറങ്ങാൻ ഇപ്പം തീരുമാനിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യത്തിൽ ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തൽക്കാലം ഒന്ന് വിരമിച്ച് നിൽക്കുന്നത്. ഇനി അതല്ല, നമ്മുടെ സഹപ്രവർത്തകരായ ആളുകളൊക്കെ വലിയ സമ്മർദ്ദമുണ്ട്, അങ്ങനെ നിൽക്കാൻ പാടില്ല, ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനം എടുത്തേ പറ്റൂ
എന്ന ആളുകൾ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു വരുന്നുള്ളൂ. ശരി, അതായത് സജീവ് മഞ്ഞക്കടമ്പനെ തുടർന്ന് അങ്ങോട്ടും ഒരു കേരള കോൺഗ്രസ്സുകാരനായി തന്നെ കാണാൻ കഴിയുമോ? അല്ല, കേരള കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിട്ടാണ് ജനിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് കേരള കോൺഗ്രസ്സുകാരനാണ്. അല്ല, ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ പൊതുരംഗത്ത് സജീവ് മഞ്ഞക്കടമ്പനെ ഇനിയും കാണാമോ? ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ പല കേരള കോൺഗ്രസ് പുതിയൊരു കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ ഇപ്പോൾ എനിക്ക് ശേഷിയില്ല. അപ്പോൾ നോക്കട്ടെ. എനിക്ക് കേരള കോൺഗ്രസ് നിരവധി കേരള കോൺഗ്രസ് മുന്നണിക്കകത്തും അല്ലെങ്കിൽ മറുമുന്നണിയിലും ഉണ്ട്. ഇതിനകത്ത് തന്നെ കേരള കോൺഗ്രസ് ഉണ്ട്. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ എൻ്റെ മുന്നിലുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏത് മുന്നണിയിലും പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. ഇത് രാജിവെച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ഏത് മുന്നണിയിലും പ്രവർത്തിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാധിക്കും ആളുകൾക്ക്. ഏതായാലും സജീവ് മഞ്ഞക്കടമ്പൻ എന്നൊരു രാഷ്ട്രീയക്കാരൻ കൊള്ളാം എന്നുള്ള അഭിപ്രായമുണ്ട്. താങ്കളുടെ തീരുമാനങ്ങൾ, താങ്കളുടെ അഭിപ്രായങ്ങളൊക്കെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ രാജി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രിയപ്പെട്ട VN വാസവൻ സജീവ് മഞ്ഞക്കടമ്പൻ സംഘാടകനാണ്, എന്നാൽ അദ്ദേഹത്തിനെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ജോസ് കെ മാണി വളരെ നല്ല അഭിപ്രായം എന്നെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഒരു പരിധി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചൊരാണ് ഞാൻ. അപ്പോൾ അങ്ങനെ തിരിച്ച് അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനങ്ങനെ അദ്ദേഹത്തോട് പറയിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും അറിയാം ഞാൻ അന്ന് കേരള കോൺഗ്രസ് വിട്ട് പോകരുതായിരുന്നു. പക്ഷെ എന്നെ വിടരുതായിരുന്നു. എന്നെ വിട്ടതാണ്. നിസാരമായ കാര്യത്തിൽ യൂത്ത് ഫണ്ട് പ്രസിഡൻ്റായത് എന്നെ മാറ്റി വേറൊരാളെ യൂത്ത് ഫണ്ട് പ്രസിഡൻ്റാക്കാൻ വേണ്ടി ചില ആളുകൾ കൂടെ നീക്കം നടത്തി ജോസ് കെ മാണി സാറിനെ തെറ്റിദ്ധരിപ്പിച്ച് എന്നെ നീക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊന്നുകൊണ്ടാണ് ഞാൻ നിവൃത്തിയില്ലാതെയാണ് ഞാൻ പാർട്ടി വിട്ടത്. പുതിയ കാലത്ത് സജിയുടെ മാനസികാവസ്ഥ എന്താണ്? പഴയ കാര്യങ്ങളാണ്, മറന്നും പുറത്തും ഒരു പുതിയ രാഷ്ട്രീയ കാലത്തിലേക്ക്, രാഷ്ട്രീയ നേതൃപ്രവർത്തന രംഗത്തേക്ക് മാറുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. നമ്മൾ ഏതെങ്കിലും സംഭവവാസം ഉണ്ടായാൽ അത് മുഴുവൻ മനസ്സിൽ ജീവിതകാലം മുഴുവൻ വെച്ച് വൈരാഗ്യം വെച്ചിരുന്ന് നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിരോധം ഉണ്ടായെങ്കിൽ അത് ആ സമയത്ത് അതുകൊണ്ട് അവിടെ കഴിഞ്ഞു. പിന്നെ അയാളെ ഞാൻ പുറകെ കിടന്ന് ഉപദ്രവിക്കാൻ പോകാറില്ല. രാഷ്ട്രീയപരമായി ഞാൻ എൻ്റെ നിലപാടുകൾ അത് ശക്തമായി നിലനിർത്തും. ഏത് നിലപാടാണോ ആ നിലപാടിനൊപ്പം ഞാൻ നിൽക്കും. അവിടെ ഒന്നും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. പക്ഷേ മോൻസ് നയിക്കുന്ന ജോസഫ് ഗ്രൂപ്പിലേക്ക് ഇനി ഏതായാലും ഇല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞാണല്ലോ ഞാൻ പറഞ്ഞു. അതിനകത്തൊരു മാറ്റവും ഇല്ല. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോൾ ഞാൻ അഭിപ്രായം കാണിച്ചത് കുട്ടിക്ക് അദ്ദേഹം മുതിർന്നയാളാണ്, ഞാൻ ചെറുപ്പക്കാരൻ, ഞാൻ ഇച്ചിരി എടുത്തിയാട്ടക്കാരനാണല്ലോ പറഞ്ഞത്. ആയിക്കോട്ടെ, എന്നാൽ മോൻസ് ജോസഫ് അദ്ദേഹം പറഞ്ഞതിനകത്ത് മഞ്ഞക്കടമ്പം പോയത് പോട്ടെ, മഞ്ഞക്കടമ്പം പോയതുകൊണ്ട് പാലായിൽ നിന്ന് ഒരുപാട് പേര് ഒഴുകി കേരള കോൺഗ്രസിലേക്ക് വന്നെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ. അതായത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറട്ടെ. മോൻസ് ജോസഫിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറിക്കോട്ടെ. ഇനി എത്ര പേരെ പുള്ളി കൂട്ടിക്കോട്ടെ. പക്ഷേ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി, ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടി കേരള സംസ്ഥാനത്ത് ഏറ്റവും നല്ല പോരാട്ടം നടത്തിയ ആൾ ഞാനാണെന്ന് എനിക്കറിയാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഈ കോട്ടയം ജില്ലയിലെ ഈ സംവിധാനത്തെ ശക്തമാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ അക്ഷീണം പ്രവർത്തിച്ച ആളാണ്. എനിക്കൊരു സർട്ടിഫിക്കറ്റും വേണ്ട. അപ്പോൾ താങ്ക് യു. ഓക്കെ.